ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ മോൻ ടൂറിന് പോവുകയാണ്. എൻ്റെ രണ്ടാമത്തെ മോൻ കണ്ടോ ഏതാണ് വണ്ടി എന്ന് കണ്ടോ. അവരൊക്കെ ഫേമസ് ആയിട്ടുള്ള അവർക്കൊക്കെ ഏറ്റവും ഇഷ്ടം ഉള്ള വണ്ടി തന്നെയാണ് അവർ ടൂറിന് പോകുന്നത്. അവർ രാവിലെ 4:30 മണിയാകുമ്പോൾ സ്കൂളിലോട്ട് കൊണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 4:15 ഞാനിവിടുന്ന് പോയി. അപ്പം 4:30 മണിയായപ്പോൾ അവിടെ എത്തി. അപ്പം എത്തിയപ്പോൾ അവിടെ രക്ഷകർത്താക്കളും കുട്ടികളും എല്ലാം നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ അന്തം വിട്ടു. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു വളരെ കുറച്ച് പിള്ളേരും വളരെ കൊച്ചു വണ്ടിയൊക്കെ ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ചെന്ന് കണ്ടപ്പോൾ വലിയ വണ്ടിയും എല്ലാവരും ആരാധിക്കുന്ന നല്ലൊരു വണ്ടിയും പിന്നെ ഒത്തിരി പിള്ളേരും ഒക്കെ ഉണ്ട്, ടീച്ചർമാരും ഒക്കെ ആയിട്ട്. നമുക്കൊന്നും കിട്ടാത്ത ഭാഗ്യം അവർക്ക് കിട്ടട്ടെ, പോയി അടിച്ച് പൊളിക്കട്ടെ. ടൂറിന് പോയ സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ കൊച്ചി മെട്രോ, കൊച്ചി വാട്ടർ മെട്രോ, പിന്നെ ഹിൽ പാലസ്, പിന്നെ ലുലു ഹൈപ്പർ മാൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അവർ പോയത്. നമുക്ക് കിട്ടാത്ത ഭാഗ്യം അവർ കിട്ടി അടിച്ച് പൊളിക്കുന്ന ആയിട്ടാണ് കുറേ വീഡിയോസ് ടീച്ചർമാർ സാറുമാർ ഗ്രൂപ്പിലിട്ടിരുന്നു. അതുകൂടെ ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അവർ പൊളിച്ചടുക്കി. എന്തായാലും നല്ല സൂപ്പർ വൈബുള്ള നല്ലൊരു വണ്ടിയായിരുന്നു അത്. ഈ പിള്ളേർക്കൊക്കെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. ഏത് വണ്ടിയാണ് മുമ്പേ നിൽക്കുന്നത്, ഏത് വണ്ടിയാണ് നല്ലത്, ഏത് വണ്ടിയാണ് എന്നൊക്കെ അവർക്കറിയാം. പക്ഷെ നമുക്കിതൊന്നും അറിയത്തില്ല. നമുക്കിപ്പോഴാണ് ഈ വണ്ടിയുടെ ഇതൊക്കെ പറ്റി അറിയാവുന്ന അല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വണ്ടിയെക്കുറിച്ചുള്ള വലിയ അറിവൊന്നുമില്ല. എൻ്റെ മക്കൾ പറയുന്നേക്കാം കൊക്കൈൻ, പിന്നെ വേറെ എന്തൊക്കെയോ വണ്ടിയുടെ പേര്, നജാബ, എന്തൊക്കെയോ വണ്ടിയുടെ പേര് ഇങ്ങനെ പറയുന്നേക്കാം. അങ്ങനെ എന്തായാലും അവന് ഇഷ്ടപ്പെട്ട വണ്ടി തന്നെയാണ് അവന് കിട്ടിയിരിക്കുന്നത് ടൂറിന് പോകാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് നല്ല പാട്ടും അടിച്ചുപൊളി പാട്ടൊക്കെ ഇട്ടാണ് അടിച്ച് പൊളിച്ച് പോയിരിക്കുന്നത്. എന്തായാലും അവർ എൻജോയ് ചെയ്യുകയാണ്. എൻജോയ് ചെയ്യട്ടെ. കൊച്ചുങ്ങൾക്ക് ഈ സമയത്തൊക്കെ അല്ലേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അവർ മാക്സിമം എൻജോയ് ചെയ്യട്ടെ. ഈ പ്രായത്തിലൊന്നും എൻ്റെ കാര്യം ഞാനിങ്ങനെ ടൂറിനും മറ്റു കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല. ഒരുപാട് ആശയുണ്ടായിരുന്നു, പക്ഷെ പോയിട്ടില്ല. അന്നത്തെ സാമ്പത്തിക സ്ഥിതി അത് അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് പോയിട്ടില്ല. ഇന്ന് സാമ്പത്തിക സ്ഥിതി മെച്ചമെന്നല്ല, എന്നാലും കുട്ടികളുടെ ഇഷ്ടമല്ലേ, അത് നമ്മൾ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരാ സാധിച്ചു കൊടുക്കുക. അതുകൊണ്ട് അങ്ങനെ 3 മക്കളുള്ളതിൽ 3 പേരും ടൂറിന് പോയി. അടിച്ച് പൊളിച്ച് ഒരു ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. കണ്ടോ, ടീച്ചർമാരുടെ മുമ്പിൽ പോലും കുട്ടികൾക്ക് യാതൊരുവിധ ഇതും ഇല്ലാതെ അവർ അതിനകത്ത് അടിച്ച് പൊളിച്ച് തിമിർക്കുകയാണ്. എന്തായാലും പിള്ളേരെല്ലാം വളരെ ഹാപ്പിയാണ്. ഇങ്ങനൊരു ടൂർ സംഘടിപ്പിച്ച സാറുമാർക്കും വളരെ നന്ദിയുണ്ട്. പിള്ളേരെ ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റിയല്ലോ. വീട്ടിൽ നിന്ന് രക്ഷകർത്താക്കളോട് പോണതിനെക്കാട്ടിയും നല്ലതാണ് സ്കൂളിലെ പിള്ളേരും കൂട്ടുകാരും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നത്. എൻ്റെ പുത്രൻ അവിടെ ഇരിപ്പുണ്ട്. അവൻ്റെ ഒരു സാറാണ് ഇത്. വേറൊരു സാറാണ് ഈ വീഡിയോ പിടിക്കുന്നത്. എന്തായാലും പിള്ളേരെല്ലാം വളരെ 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 ഹാപ്പിയാണ്. നമുക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാലോ. അടിച്ച് പൊളിച്ചിരിക്കുക. എൻ്റെ പുത്രൻ അപ്പുറത്ത് കിടന്ന് ചാടുന്നുണ്ട്. അവനും ചാട്ടം തുടങ്ങി. ഇന്ന് പോയപ്പോഴേ ഭയങ്കര താമസിച്ചുണരുന്നവനാണ്. എന്നും 10 മണി 9:30 ഒക്കെ ആകുമ്പോൾ ഉണരുന്നവനാണ്. ഇന്ന് 3:45 ചാടിക്കൂട്ടി എണീറ്റ്. ആരും വിളിച്ചതുമില്ല, ഒന്നുമില്ല. ചാടിക്കൂട്ടി എണീറ്റ് പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞ്, അമ്മ എനിക്ക് പല്ല് തേക്കണം, കുളിക്കണം എന്നൊക്കെ പറഞ്ഞു. മറ്റത് ഞാനാണ് അവനെ നിർബന്ധിക്കുന്നത്. എന്തായാലും ഹാപ്പി ജേർണി ആയിട്ട് പോയിട്ട് വരട്ടെ അല്ലേ. ബൈ ബൈ.